ഹായ്, SP അരുളേലാണ്. ഒരു അമ്മയുടെ പ്രതികരണം കണ്ടു. അത് നിങ്ങളെയും കൂടി കേൾപ്പിക്കാൻ വേണ്ടിയാണ് ഒരു വീഡിയോ ഇവിടെ ചെയ്യാമെന്ന് കരുതിയത്. അതായത് എന്താണ് ഒരു കമ്മ്യൂണിസ്റ്റ്, എന്തുകൊണ്ടൊരു കമ്മ്യൂണിസ്റ്റിനെ വിശ്വസിക്കണമെന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ കാണണം. കാര്യം നാട്ടിൽ കച്ചവട തൽപരർ ആയിട്ടുള്ളവർ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ആരാണ്, ബിസിനസ്സുകാർ നിറഞ്ഞാടുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഏതാണെന്ന് നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. അതിനപ്പുറത്തേക്ക് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റുകൾ എന്താണെന്ന് ഈ ഒരു പ്രതികരണം കേട്ടു നോക്കി. കമ്മ്യൂണിസ്റ്റുകാർ തന്നെ നല്ലത്. എന്തുകൊണ്ട് നോക്കിയാലും ഏതിനും അവർ ചതിക്കത്തില്ല. ഇവിടെ ഞങ്ങളെയൊക്കെ തുരത്താൻ കുറെ പണിയായിരുന്ന ആൾക്കാർ, അതൊക്കെ ആരാ അതിനൊക്കെ മുന്നിട്ട് നിന്നത്? ഞങ്ങൾ മരിച്ചാലും മറക്കത്തില്ല. ഞങ്ങളെ മക്കളെയും കൊണ്ട് ഞങ്ങൾ ഇത്രയും കാലം കൊണ്ട് ജീവിക്കുന്ന ഈ നാട്ടിൽ ഞങ്ങൾക്ക് മരണം വരെ സന്തോഷമായിട്ട് ജീവിക്കണം. അപ്പൊ അവര് തന്നെ പറ്റും. അതെ, നേരും നെറിയുണ്ടാകും. പിന്നെ ഒരു കാര്യമുണ്ട്, സകലമാനല്ല, മനുഷ്യരുടെ ഒരു കൂട്ടമാണ്. പക്ഷേ ഭൂരിപക്ഷം പേർ മറ്റൊരിടത്ത് ഇല്ലാത്ത ഒരു ക്വാളിറ്റി ആയിട്ട് കാണാൻ കഴിയുന്നത് അവർക്ക് സാധാരണക്കാരായിട്ട് വളർന്നവരാണ് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ളത്. ആ മനുഷ്യർക്ക് നേരും നെറിയും കുറച്ച് കൂടുതലാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, പൊതിച്ചോറ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. ഏതോ വീടുകളിൽ നിന്ന് കളക്ട് ചെയ്ത് ഏതോ മനുഷ്യർക്ക് കൊണ്ട് കൊടുക്കുന്ന ഒരു പ്രയത്നം കേരളത്തിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്തുകൊണ്ടാണ് അത് ചെയ്യാൻ പറ്റാത്തത്? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. മറ്റു മനുഷ്യരെക്കുറിച്ച് ചിന്തയുള്ളവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതായത് എൻ്റെ ഒപ്പം താമസിക്കുന്ന മനുഷ്യരുടെ വിശപ്പിനെ കുറിച്ച് ആലോചിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ആരെ കൊണ്ടേ കഴിയുന്നുള്ളൂ? ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ കൊണ്ടേ കഴിയുന്നുള്ളൂ. അതുപോലെ വയനാട് ദുരന്തം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ആ ദുരന്തത്തിൽ DYFI എന്ന ഇടത് സംഘടന 20 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ നാട്ടിലെ മനുഷ്യർക്കിടയിൽ ഇറങ്ങി തൊഴിൽ ചെയ്ത് അവർ ഓരോ ചലഞ്ച് സംഘടിപ്പിച്ച്, അതായത് ഈ ഭക്ഷണ ചലഞ്ച്, പായസ ചലഞ്ച് തുടങ്ങി പല ചലഞ്ചുകൾ വെച്ച് ജോലി ചെയ്ത് എല്ലാം പണം സമ്പാദിച്ച് 20 കോടി രൂപ മറ്റൊരു മനുഷ്യർക്ക് വീട് വയ്ക്കാൻ വേണ്ടി നൽകിയത് ആരാണ്? ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന DYFIയുടെ യുവജന സംഘടനയാണ്. ആ സന്ദർഭത്തിൽ ഇവർ കൊട്ടിഘോഷിക്കുന്ന യൂത്ത് കോൺഗ്രസ് എന്ത് ചെയ്തു, കോൺഗ്രസ് എന്ത് ചെയ്തു? കള്ളങ്ങൾ വീണ്ടും വീണ്ടും പറയുന്നതിനപ്പുറം നിങ്ങൾ എത്ര രൂപ പിരിച്ചു, എത്ര പുട്ടടിച്ചു, ഇതൊക്കെ ചോദിക്കുമ്പോൾ അതിനൊന്നും ഉത്തരം പറയാതെ 750 കോടി എവിടെയെന്നാണ് ചോദിക്കുന്നത്. പക്ഷെ അവർക്കും പറയാൻ പറ്റുന്നുണ്ട് എത്രയാണ് സർക്കാരിന് കിട്ടിയ പണം. 750 കോടി കിട്ടി. അതിപ്പോൾ എവിടെയാണ് ഉള്ളത്? അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലാണുള്ളത്. അതിപ്പോൾ പിണറായി വിജയൻ അവിടെ നിന്ന് മാറിയിട്ട് നേരെ രമേശ് ചെന്നിത്തല ആ കസേരയിൽ വന്നിരുന്നാലും ആ പണം എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. ആ പൈസയിലോട്ട് ഒരു നെറിയും മാത്രമേ കാണിച്ചിട്ടുള്ളൂ, ഒരു നെറുകേടും കാണിച്ചിട്ടില്ല. പക്ഷേ പാവപ്പെട്ടവരിൽ നിന്ന് പിരിച്ചെടുത്ത പണം പുട്ടടിച്ച നെറുകേട് കാണിച്ചവർ ആ ചതി പരിപാടി കാണിക്കുമെന്നുള്ളതിനെ സംബന്ധിച്ച് ചില മനുഷ്യർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ട്. ചതിയും വഞ്ചനയും കാണിക്കുന്നവർ വലിയ പ്രൊപ്പഗൻഡയിലൂടെ വന്നിട്ട് ജനസേവനം നടത്തുമെന്നൊക്കെ പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അവരെ സംബന്ധിക്കുന്നിടത്തോളം ഇപ്പോൾ കള്ളക്കച്ചവടങ്ങളൊന്നും നടക്കുന്നില്ല. PV അൻവർ ഇതിനകത്ത് നിന്നിട്ട് ഒരു കച്ചവടക്കാരനായിരുന്നു, പുറത്തേക്ക് പോകേണ്ടി വന്നത് എന്താണ്? ഇതിൻ്റെ തണലിൽ നിന്നുകൊണ്ട് ഏതെങ്കിലും കള്ളക്കച്ചവടം നടത്തി പണമുണ്ടാക്കാമെന്നോ സ്വർണ്ണക്കടത്തുകാർക്ക് വേണ്ടി നീതി ഉറപ്പാക്കാമെന്നൊന്നും കരുതണ്ട, നടക്കണ കേസല്ല. അപ്പോൾ ആ അമ്മ പറഞ്ഞ പോലെ മനുഷ്യർക്ക് വേണ്ടി ഈ അടുത്ത കാലത്ത് മുനമ്പം വിഷയം വന്നു, അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കി കൊടുത്താരാണ്? ഇവരെല്ലാവരും കൊട്ടിഘോഷിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പലതും പറഞ്ഞു. പക്ഷേ നിയമപരമായിട്ട് ഒടുവിൽ അവരൊപ്പം നിന്ന് കരമെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തി. ഡയലോഗ് അടിച്ചവർ, ഈ പ്രൊപ്പഗാൻഡയുമായി മാധ്യമങ്ങളിലൂടെയൊക്കെ വന്ന ആൾക്കാർക്കൊന്നും ഒരു ചുക്കും ചെയ്യാൻ പറ്റിയില്ല, മോഹന വാഗ്ദാനങ്ങളെ കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇതുപോലുള്ള അമ്മമാരുടെ ഒപ്പം ഈ ഒരു കാര്യം കൂടി അതിനോടൊപ്പം ചേർക്കേണ്ടത്, ഏറ്റവും കൂടുതൽ രക്തദാനം, അവയവദാനം. എന്തിനേറെ പറയുന്നു, മരിച്ചു കഴിഞ്ഞാൽ സ്വന്തം ശരീരം കൊണ്ടുവന്ന് അടുത്ത തലമുറയിലെ മനുഷ്യരുടെ ജീവിതം നിലനിർത്താൻ പഠിക്കാൻ കൊടുക്കുന്ന എത്ര മനുഷ്യരുണ്ട് ഈ നാട്ടിൽ? അത് ആര് മാത്രമേ ഉള്ളൂ? കമ്മ്യൂണിസ്റ്റുകാരേ ഉള്ളൂ. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ സാധാരണക്കാരുടെ മനുഷ്യരുടെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിനകത്ത് ചില മനുഷ്യർ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. കാര്യം ഏത് മേഖല എടുത്താലും ചില മനുഷ്യർ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി വന്ന് അടിഞ്ഞു കൂടുന്നവരുണ്ട്. അത് നിങ്ങൾ പോലീസ് എടുത്ത് നോക്കി, പോലീസിനകത്ത് കൊള്ളരുതാത്തവരില്ലേ നിങ്ങളുടെ അനുഭവത്തിൽ? ഡോക്ടർമാരെ എടുക്കൂ, അല്ലെങ്കിൽ അതെല്ലാം ഒരു കൂട്ടമാണ്. അതുപോലൊരു കൂട്ടമാണ് കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗക്കാർ. അതിനകത്ത് ചില താല്പര്യങ്ങളുടെ അല്ലെങ്കിൽ ദുഷിപ്പ് ചിന്തകളോടുകൂടി വരുന്നവർ ഇല്ല എന്നല്ല. പക്ഷേ കോൺഗ്രസിനോളമോ ലീഗിനോളമോ ഏറെ സംഘപരിവാറിനോളം വരുന്ന വൃത്തികേടുകൾ കാണിക്കുന്നവർ ഇല്ല തന്നെ. പക്ഷെ അവർ അങ്ങനെ ചാപ്പ കുത്താൻ പരിശ്രമിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്?
അത് ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന സകല സംവിധാനങ്ങളും, അത് സിനിമയായിക്കോട്ടെ പത്രങ്ങളായിക്കോട്ടെ, എല്ലാം അവരുടെ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ട് ഇവർ മോശക്കാരാണ്, ഈ രാഷ്ട്രീയം വന്നാൽ നമ്മുടെ കച്ചവടങ്ങൾ നടക്കില്ല, നമ്മുടെ ഉടായ്പ പരിപാടികൾ നടക്കില്ല, ഇവർ ശരിയായ രീതിയിൽ ജനങ്ങളുടെ നികുതിപ്പണം പിരിച്ചെടുത്ത് അവരുടെ കയ്യിൽ തന്നെ എത്തിക്കുന്നുണ്ട്. അതല്ലേ നിങ്ങൾക്കിപ്പോൾ 2000 രൂപയായിട്ടൊക്കെ കിട്ടുന്നത്. അതുകൊണ്ടാണ് ആ അമ്മയുടെ വാക്കുകൾ വളരെ കൃത്യമായിട്ട് കമ്മ്യൂണിസ്റ്റുകളെ വിശ്വസിക്കാം, ചതിക്കില്ല, വഞ്ചിക്കില്ല. ഒരു കാര്യം കൂടിയുണ്ട്, അവർ വിശ്വാസികളല്ല എന്നൊരൊറ്റ കാര്യം പറയുന്നുണ്ട്. വിശ്വാസം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ശരിയായ മാനവ സേവയാണ് യഥാർത്ഥ മാധവ സേവ എന്ന് പറയും. അതായത് ശരിയായ മനുഷ്യരെ സേവിക്കുകയാണ് യഥാർത്ഥ ദൈവത്തിന് വേണ്ടിയുള്ള പ്രവൃത്തികൾ എന്നാണ് അതിൻ്റെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത്. അത് കൃത്യമായി ചെയ്യുന്നുണ്ട്. അത് മനുഷ്യർക്ക് എന്ത് ആവശ്യങ്ങൾക്കും ഓടിയെത്തുന്ന ആരുണ്ടെന്ന് നിങ്ങൾ ഈ സമൂഹത്തിൽ നോക്കിയാൽ പറഞ്ഞ ചെറിയ ചെറിയ ഉദാഹരണങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടും. അതുകൊണ്ടാണ് ആ അമ്മയുടെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളടുത്ത് ആവർത്തിച്ച് പറയുന്നത്. എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകൾ എതിർക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ കള്ളക്കച്ചവടക്കാർക്കും അല്ലെങ്കിൽ ഈ നാട്ടിലെ നികുതിപ്പണമൊക്കെ കൊള്ളയടിച്ചുകൊണ്ട് പോകാമെന്ന് കരുതുന്നവർക്ക് അത് നടക്കത്തില്ല. അർഹതപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് റേഷൻ കടകൾ വഴി അവിടെ സാധനങ്ങൾ എത്തുന്നു, പെൻഷൻ എത്തുന്നു. അങ്ങനെ അവരുടെ ജീവിതത്തെ പിടിച്ചു നിർത്തുന്ന ഒരൊറ്റ വിഭാഗക്കാരെ ഈ നാട്ടിലുള്ളൂ, അത് കമ്മ്യൂണിസ്റ്റുകളാണ്. അവരെ ഈ പാവപ്പെട്ട മനുഷ്യർക്കിടയിൽ കുപ്രചരണങ്ങളിലൂടെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, അവർ ഈ നാട് ഭരിച്ചു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഈ മുതലാളിമാരായിട്ടുള്ള കള്ളക്കച്ചവടക്കാരെല്ലാം തകർന്ന് തരിപ്പണമാകും. അതുകൊണ്ട് ഈ നാട്ടിലെ റിയൽ എസ്റ്റേറ്റുകാർ, കള്ളക്കടത്തുകാരെല്ലാം ഇടതുപക്ഷത്തിനെതിരെ പൈസ ഇറക്കി പ്രചരണം നടത്തുക എന്ന് പറഞ്ഞാൽ അവരുടെ ബിസിനസ്സിനെ എല്ലാം നശിപ്പിച്ചിരിക്കുകയാണ്. ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് വിശ്വസിക്കാം, ഒരിക്കലും നിങ്ങളോടൊപ്പം ഉണ്ടാകും, ചതിക്കില്ല എന്നുള്ള കാര്യം ആ അമ്മയുടെ വാക്കിനെ എന്തുകൊണ്ടാണെന്ന് ഒന്ന് വിശദീകരിച്ചു തന്നേ ഉള്ളൂ.